എമ്പുരാൻ സിനിമയാണ് ഇപ്പൊ എല്ലായിടവും ചർച്ചാ വിഷയം. അതായത് മലയാള സിനിമയെ ജിഹാദിവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവത്തെ, ഈ ഗുജറാത്ത് കലാപവുമായി പെടുന്ന ഒരു സംഭവത്തെ ആ സിനിമയിലേക്ക് തിരികെ കയറ്റി പൃഥ്വിരാജ് ചില ലക്ഷ്യങ്ങൾ മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു. സിനിമ നിരോധിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. 17 കട്ടാണ് ഇനി ആ 17 കട്ട് ചെയ്തുകൊണ്ടാണ്, സെൻസർ ബോർഡ് കട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ രൂപത്തിൽ സിനിമ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താകും പൃഥ്വിരാജ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്? ഞാന് പൃഥ്വിരാജിന്റെ ഉദ്ദേശത്തെ പറ്റി എനിക്ക് സംശയമുണ്ട്. അത് നല്ല ബുദ്ധിയായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇതന്നെയല്ല, പൃഥ്വിരാജിന്റെ വേറെ മറ്റു പല ഇടപാടുകളോട് ചർച്ച ചെയ്യുമ്പോഴും അല്പം കമ്മ്യൂണിസ്റ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അയാളുടെ ഒരു സ്വഭാവം. പക്ഷെ മോഹൻലാലിനെ അയാൾ വെള്ളത്തിൽ കഴിച്ചു, അതാ പറ്റത്. മോഹൻലാൽ അങ്ങനെയുള്ള ഒരാളല്ല. കേരളത്തിലെ ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുക ഏറ്റവും നല്ല നടൻ എന്ന നിലയിൽ വളരെ നല്ല നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. പിന്നെ വേറൊരു കാര്യം, ഈ 17 റീല് കട്ട് ചെയ്യുന്നത് പറഞ്ഞ അർത്ഥം എന്താ? അപ്പൊ അത് കുഴപ്പമുണ്ടെന്ന് അതിന്റെ സംഘാടകർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ഇവിടെ കട്ടെടുത്ത് ആരാ പറഞ്ഞേ? സംഘപരിവാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ ചന്ദ്രശേഖരൻ, നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഒരു കാരണവശാലും ഒന്നും കട്ടിക്കേണ്ട കാര്യമില്ല, അത് കാണാൻ പോകുന്നില്ല, ഞാൻ കാണുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നുള്ള അഭിപ്രായക്കാരനായി. അത് കാണുന്നില്ല, പ്രശ്നം അത് നടത്തിക്കോട്ടെ, അത് ഇഷ്ടപ്പെട്ടോട്ടെ, നമുക്ക് തന്നെ വിരോധം. പക്ഷെ അത് കേരളത്തിന് സാംസ്കാരിക തനിമയ്ക്ക് ചേർന്നതായില്ല എന്ന അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും മോഹൻലാലിനെ പോലത്തെ നടനെ അത് കുത്തിത്തിരികി പരുവാക്കിയത് എനിക്ക് ദുഃഖമുണ്ട്. മോഹൻലാലിനോട് സഹതാപം രേഖപ്പെടുത്തുന്നു. ഇതാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. ഈ മോഹൻലാലിന്റെ ഖേദപ്രകടനം താമസിച്ചു പോയി എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതിന്റെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യും. ഇപ്പൊ എവിടെ നോക്കിയാലും എമ്പുരാനിലെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പൂർണ്ണമായി കേട്ടില്ല എങ്കിലും മോഹൻലാലിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. മോഹൻലാലിന് സ്വാഭാവികമായി ഒരു ക്ഷമാപണം നടത്തിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് അത്ര മാന്യതയായി. അതാണ് ശരി. കാരണം സംഘാടകർ തന്നെ അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് സമ്മതിക്കുന്ന ഭാഗമല്ലേ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി കട്ട് ചെയ്യണ്ടെന്നോ എന്താ കാര്യം? അങ്ങനെ കമ്മീഷനായിരുന്നു. ദൈവവിശ്വാസം ഇല്ലാത്തവരാ, ദൈവം ഇല്ലെന്നും ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനും മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക തർക്കമായിരുന്നു പിണറായി. അദ്ദേഹം ഇലക്ട്രിസിറ്റി കേരളം കണ്ട ഏറ്റവും ഇലക്ട്രിസിറ്റി വന്നിരുന്നു അങ്ങനെ. പക്ഷെ അന്ന് ഞാൻ ദൈവത്തെ ഓർത്തത് അന്നേരം അങ്ങനെ ചാടി വീഴും. വേറെ അത് വെച്ച് വാക്കുമല്ലോ പറയാൻ പറയും. ദൈവം ഇല്ലെന്നാ പുള്ളി പറയുന്നത്. അങ്ങനെ ഒരാള് ഈ സിനിമയെ അനുകൂലിക്കുന്നോ ഇവിടെ ആരെ കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ഒരു രാഷ്ട്രീയമല്ല, പുള്ളിയുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളെന്താ ചോദ്യം ചെയ്യുന്നത്? അതുകൊണ്ട് ഇവിടെ ഈ നാസ്തികർ എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്തത് 1% കാണും. ബാക്കി 99% ഏതെങ്കിലും മതവിശ്വാസിയാണ്. എല്ലാ മതവും ദൈവമാണ്. ആ ദൈവവിശ്വാസികളെ മുഴുവൻ അപമാനിക്കുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. അതിപ്പോ ഏതെങ്കിലും സമുദായത്തെ, മുസ്ലിം മതത്തെ മാത്രം അപമാനിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ക്രിസ്ത്യൻ മതത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. ഹിന്ദു മതത്തെ അപമാനിക്കുന്നത് തെറ്റാണ്. അവരെ നമ്മുടെ ബുദ്ധമതത്തെ അപമാനിക്കുന്നത് തെറ്റല്ലേ? അതായത് ഒരു മതത്തെയും ഞാൻ വിശ്വസിക്കട്ടെ, നമ്മൾ അത് കക്ഷിയാകേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.